നല്ല പ്രണയങ്ങൾ നല്ല തിരിച്ചറിവുകൾ കൂടിയാണ്. ഒരാളുടെ ശരീരത്തോട് തോന്നുന്ന ഇൻഫാച്യുവേഷൻ എന്ന് പറയുന്നത് പ്രണയമല്ല, അത് കാമമാണ്. പ്രണയത്തിൽ കാമം കടന്നു വരുമ്പോൾ അത് പ്രേമമായി രൂപാന്തരപ്പെടുന്നു. അത്തരം റിലേഷനുകളാണ് പാതി വഴിയിൽ വെച്ച് തകർന്നു പോകാറുള്ളത്. നല്ല പ്രണയങ്ങൾ നല്ല തിരിച്ചറിവുകളും പുത്തൻ ഉണർവുകളും പ്രതീക്ഷകളും പ്രചോദനങ്ങളും ഒക്കെയാണ്. അത്തരത്തിൽ പ്രണയത്തിന്റെ പ്രചോദനവും തിരിച്ചറിവുകളുടെയും കഥ പറയുന്ന ഒരു സിനിമയാണ് പ്രണയവിലാസം. ഒരു വ്യക്തി കാമുകനാലും ഭർത്താവിനാലും സ്നേഹത്താൽ സമ്പന്നമായിരിക്കുന്നു. ഒരു വ്യക്തി കല്യാണത്തിന് മുമ്പ് പ്രണയിക്കപ്പെടുന്നു. അതിനുശേഷം പല സാഹചര്യങ്ങളാൽ ആ പ്രണയം തകർന്നു പോവുകയും മറ്റൊരു വിവാഹത്തിലേക്ക് അവർ ഏർപ്പെടുകയും ചെയ്യാണ്. കല്യാണത്തിന് ശേഷം നല്ലൊരു ഭാര്യയാവുകയും കുടുംബിനിയാവുകയും ഭർത്താവിന്റെ ഓരോ വീഴ്ചയിലും സന്തോഷത്തിലും എല്ലാം താങ്ങും തണലുമായിട്ട് അവൾ മാറുകയാണ്. അവൾ മരിച്ചതിന് ശേഷം അവളുടെ ശവദാഹം കഴിഞ്ഞ് ഭർത്താവ് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാലുകൾ ഇടറി വീഴാൻ പോകുമ്പോൾ മകൻ പിടിക്കുന്ന ഒരു സീനുണ്ട് അതില്. അത് ഒരു ജീവിതത്തിന്റെ മുഴുവൻ താങ്ങും തണലും വീണുപോയ ഒരു വിഷമം മുഴുവൻ നമുക്ക് ആ ഒരൊറ്റ സീനിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ഡയറി വായിച്ച് അവളുടെ കാമുകനെ കാണാനായി അച്ഛനും മകനും ഇറങ്ങി പുറപ്പെടുകയാണ്. കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വാക്കുകൾ കൊണ്ട് പോലും കാമുകൻ അവളെ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്കറിയില്ല അങ്ങനെ ഒരു വ്യക്തിയെ എന്നാണ് പറയുന്നത്. അതാണ് പ്രണയം എന്ന് പറയുന്നത്. കാരണം പ്രണയിച്ചിരുന്ന കാലത്ത് പോലും പ്രണയിച്ചിരുന്നതിന് ശേഷവും അതിനുശേഷമൊക്കെ ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ അയാളെ പരിഗണിച്ചുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റെന്താണുള്ളത്?